നിങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഈ നാട്ടിലെ യതീമായ ഒരു പെണ്ണിന്റെ കല്യാണത്തിന് പിരിവെടുക്കാൻ ഉമ്മാടെ കയ്യിൽ ലെറ്റർ പേഡും കൊടുത്തിട്ട് നാട് മുഴുവനും യാചിക്കാൻ പറഞ്ഞു വിട്ട ഈ മനുഷ്യന്മാരെ അല്ല വെറുതെ വിടുവോ ഇല്ലേ? നിങ്ങളെന്തോ വെടികൊണ്ടുപോയിരിക്കണേ, വിടുവോ? അദ്ദേഹത്തെ മാത്രമല്ല, നിന്നെ ഒറ്റ ഒരെണ്ണത്തിനെയും അള്ളാഹു വെറുതെ വിടത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ മഹലിലെ ഒരൊറ്റ ഒരെണ്ണം, ഈ നാട്ടിലെ യതീമായ ഒരു പെൺകുട്ടി ആരാരും എന്നെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ ഏത് കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല. ആ കണ്ണുനീര് നിന്റെയൊക്കെ കുടുംബത്തിന്റെ ശാപമായി മാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാണ് യതീം. അതാണ് യതീം. അതിനെ ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം. യതീമിന്റെ വില അറിയുമായിരുന്നെങ്കിൽ നീയൊക്കെ അങ്ങോട്ട് പോയനെ. ഇന്ന് യതീം നിന്റെ വീടിന്റെ മുമ്പിൽ വന്ന് കാത്തു നിൽക്കണം. ഗേറ്റ് പോലും തുറക്കത്തില്ല. ലെറ്റർ പേ കമ്മിറ്റി ഓഫീസിൽ പരാതിയും കൊടുത്തിട്ട് രാജകൊട്ടാരത്തിൽ ഇരിക്കുന്ന രാജാവിന്റെ മുമ്പിൽ നിൽക്കണ പോലെ യതീം നിൽക്കണം. എന്നാ യതീമിന്റെ വില അറിഞ്ഞിരുന്നെങ്കിൽ നാളെ മുതൽ നീയൊക്കെ ഇറങ്ങും. യതീമിന്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രാവിലെ മുതൽ നീയൊക്കെ ഇറങ്ങും ഈ നാട്ടിൽ യതീമായ മക്കളുള്ള വീട് തേടിയിട്ട്. അതാണ് യതീം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.